നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ പറയാനുള്ള കാരണം, ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയുടെ വാർത്താസമ്മേളനം നമ്മൾ കണ്ടിട്ട് എത്ര വർഷമായി? 2014 അദ്ദേഹം ഏറ്റവും ഒടുവിലായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാർത്താസമ്മേളനം നമുക്ക് കാണാൻ കഴിഞ്ഞത്. മൻമോഹൻ സിംഗ് ആണ് അന്ന് ആ വാർത്താസമ്മേളനം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാർത്താസമ്മേളനവുമായിരുന്നു അത്. അന്ന് അദ്ദേഹം 62 ചോദ്യങ്ങളെ, അതായത് നേരത്തെ എഴുതി കൊടുക്കാത്ത 62 ചോദ്യങ്ങളെ അദ്ദേഹം ഫേസ് ചെയ്തു. അദ്ദേഹം അതിന് മറുപടി നൽകി. പക്ഷേ അതിനുശേഷം വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം കഴിഞ്ഞ 10 വർഷത്തോളമായി, 10 വർഷത്തിലധികമായി അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് അദ്ദേഹം തിരഞ്ഞെടുപ്പാകുന്ന സമയത്ത് പ്രത്യേക അഭിമുഖങ്ങൾ അദ്ദേഹം നൽകും. അതിൽ അദ്ദേഹം തന്നെ ചോദ്യങ്ങൾ നൽകും, അദ്ദേഹം തന്നെ അതിന് ഉത്തരം നൽകും. അങ്ങനെ അദ്ദേഹത്തിൻ്റെതായ ഒരു ഷോ ആയി അതിനെ മാറ്റുകയും ചെയ്യും. നേരെ മറിച്ച് സ്വതന്ത്രമായി ചോദ്യം ചോദിക്കാനുള്ള വാർത്താ സമ്മേളനം നരേന്ദ്രമോദി ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം, പ്രധാനമന്ത്രിയായ ശേഷം. ഇപ്പോഴിതാ അമേരിക്കൻ സന്ദർശനത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം സുദൃഢമാക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. അതിനിടയിൽ ഒരു വാർത്താ സമ്മേളനം, അതായത് ഇരു രാഷ്ട്രത്തലവന്മാരും തമ്മിൽ കണ്ട ശേഷം വാർത്താ സമ്മേളനം പതിവുള്ളതാണ്. അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ആ വാർത്താ സമ്മേളനത്തിൽ അദാനിയെക്കുറിച്ചുള്ള ചോദ്യത്തെ നരേന്ദ്രമോദി വഴിതിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് ചെയ്തത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, 2 മിഗ എന്ന് ഇന്ത്യയുടെ ആ ഒരു സമീപനത്തെക്കുറിച്ചും മാഗ എന്ന് പറയുന്ന അമേരിക്കയുടെ സമീപനത്തെക്കുറിച്ച് രണ്ടും കൂടി കൂട്ടി ഒരു മെഗാ എന്താ പറയുക ബന്ധമാണ് ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം ഉപയോഗിച്ച് പറയുകയും ചെയ്തു. അതായത് എല്ലാ തവണത്തേതും പോലെ ഇത്തവണയും ഒരു മെഗാ ഷോ ആയി മാറുകയാണ് നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം. അജിംസ, ഈ ഒരു ഇപ്പോഴും മോദി ഇത്രയും കാലം കൊണ്ടു നടന്ന ആ ഒരു ഇമേജ്, അതൊക്കെ കൂടുതൽ വലുതാക്കുക അല്ലെങ്കിൽ കൂടുതൽ തിളക്കമുള്ളതാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം വിദേശ സന്ദർശനങ്ങൾക്കൊക്കെ ഉള്ളത്? അല്ല, ട്രംപ് 2ാമത് അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു ഇവൻ്റാണ്. പ്രത്യേകിച്ചും ഈ താരിഫ് യുദ്ധം ട്രംപ് തുടങ്ങിയതിന് ശേഷം, അതായത് ട്രംപ് അദ്ദേഹത്തിൻ്റെ സഖ്യരാഷ്ട്രങ്ങൾക്കുൾപ്പെടെ, കാനഡയ്ക്കുൾപ്പെടെ താരിഫ് വാണിംഗ് കൊടുത്തു കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാണുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ളൊരു സന്ദർശനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ, ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ ട്രംപ് പറഞ്ഞു, ഇന്ത്യ ഈസ് എ താരിഫ് കിങ്, താരിഫ് രാജാവാണ് ഇന്ത്യ. അതിൻ്റെ കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ കമ്മിയുണ്ട്. വ്യാപാര കമ്മി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ അതിനേക്കാൾ വളരെ വളരെ കുറവാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ. ഇതാണ് കമ്മി എന്ന് ഉദ്ദേശിക്കുന്നത്, എൻ്റെ മൂല്യത്തിലാണ് അത് പറയുക. അപ്പോൾ അങ്ങനെ വ്യാപാര കമ്മി നിലനിൽക്കുകയാണ്. ഈ വ്യാപാര കമ്മി നിലനിൽക്കാൻ ചരിത്രപരമായൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ഘാട്ട് കരാറിൽ ഒപ്പുവെച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഘാട്ട് കരാറിൽ ഒപ്പുവയ്ക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളുടെ, ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഞങ്ങൾ താരിഫ് ഏർപ്പെടുത്തും. കാരണം ഞങ്ങളുടെ കർഷകരെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. കാരണം അതാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം, കൃഷിയാണ്. ഇന്ത്യ പോലെ കൃഷിയെ ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമേരിക്കയിൽ നിന്ന് വില കുറഞ്ഞ ഗോതമ്പ്, വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്ന വില കുറഞ്ഞ ഗോതമ്പ് ഇന്ത്യയിലേക്ക് ഒരു താരിഫും ഇല്ലാതെ ഇറക്കുമതി ചെയ്താൽ ഇന്ത്യയിലെ ഗോതമ്പ് കർഷകരുടെ ജീവിതം താറുമാറായിപ്പോകും. അതുകൊണ്ടാണ് അത്തരമൊരു സെക്യൂരിറ്റി നമ്മൾ സ്വീകരിക്കുന്നത്. അത് ഘാട്ടിൽ വ്യാപാര ചർച്ചകളിൽ അംഗീകരിക്കപ്പെട്ടൊരു തത്വമാണ്. അതുകൊണ്ടാണ് അമേരിക്കയിൽ നമ്മൾ സാധനങ്ങളൊന്നും ഇറക്കുമതി ചെയ്യാത്തത്. അതേസമയം അമേരിക്കയിലെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ വിപണി തുറന്നിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ കർഷക ആത്മഹത്യകൾ പെരുകും. ഇതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് അമേരിക്കയിൽ നമ്മൾ കാര്യമായ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാത്തത്. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒട്ടുമിക്ക വസ്തുക്കൾക്കും ഇന്ത്യ അമിതമായ തീരുവയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്നൊരു ബൈക്ക്, അതിന് 100% ഇന്ത്യ താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് നമുക്കറിയാം. ഹാർലി ഡേവിഡ്സൻ്റെ ഇവിടുത്തെ വില നമുക്കറിയാമല്ലോ. അത് 40 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഒരു ചില മോഡലുകൾക്ക്. അപ്പോൾ അത് ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. ഐഫോൺ ഉദാഹരണം. ഇപ്പോൾ ഹാർലി ഡേവിഡ്സൺ 2020 ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഹാർലി ഡേവിഡ്സൺ ഇറക്കുമതി ചെയ്യായിരുന്നില്ല, ഇന്ത്യയിൽ അതിൻ്റെ കമ്പോണൻസ് കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് ഇവിടെ വിൽക്കുകയായിരുന്നു. എന്നിട്ട് പോലും അതിന് വലിയ വിലയായിരുന്നു. അപ്പോൾ ഈ ഇറക്കുമതി ചെയ്യുന്ന കമ്പോണൻസിനും ഇന്ത്യ താരിഫ് ഏർപ്പെടുത്തുകയാണ് 100%-ലധികം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രവർത്തനം അവർ അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. അവരിപ്പോൾ അത് ഹീറോ മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെടുന്നതോ ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. അതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഈ താരിഫ് നികത്തുക എന്നുള്ളത് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട, ഈ വ്യാപാര കമ്മി നികത്തുക എന്നുള്ളത് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. അപ്പോൾ
ട്രംപിന് ആ കാര്യത്തിലൊരു അജണ്ടയുണ്ട്. എന്താണ്? അമേരിക്കയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ സാധനങ്ങൾ വാങ്ങണം, താരിഫ് ഒഴിവാക്കി കൂടുതൽ സാധനങ്ങൾ വാങ്ങണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം. ഇന്ത്യ എന്തിനാണ് പോകുന്നത് യഥാർത്ഥത്തിൽ? അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇന്ത്യ പോകുന്നത് നെഗോഷിയേഷന് വേണ്ടിയായിരിക്കണമല്ലോ. ഈ ബൈലാറ്ററൽ ടോക്കിൻ്റെ, ഈ ഉഭയകക്ഷി സംസാരത്തിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഇന്ത്യ അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണയും പ്രകൃതിവാതകവും വാങ്ങാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ ഒരു തീരുമാനം അനൗൺസ് ചെയ്തു, അതിൽ പരസ്യമായിട്ട് അനൗൺസ് ചെയ്തതാണ്. അങ്ങനെ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യൻ എക്കോണമി? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ എണ്ണയും പ്രകൃതിവാതകവും ഏറ്റവും കൂടുതൽ ഇപ്പോൾ വാങ്ങുന്ന ആരുടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. 2-3 സ്ഥാനങ്ങൾ ഇറാഖ്, സൗദി അറേബ്യ, UAE ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കാണ്. 6ാം സ്ഥാനത്തോ മറ്റാണ് അമേരിക്ക ഉള്ളത്. അമേരിക്കയിൽ നിന്ന് കുറച്ചൊക്കെ വാങ്ങുന്നുണ്ട് നമ്മൾ. ഈ റഷ്യയിൽ നിന്ന് കൂടുതൽ വാങ്ങാൻ കാരണം റഷ്യയുടെ മേൽ യൂറോപ്പും അമേരിക്കയും ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധത്തെ തുടർന്ന് അവർ നമുക്ക് വില കുറഞ്ഞ് എണ്ണ തരികയാണ്. അത് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് നമ്മൾ ധാരാളമായി ഇന്ത്യയുടെ മൊത്തം ഓയിൽ ഇമ്പോർട്ടിൻ്റെ 36% റഷ്യയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ വില കുറഞ്ഞ എണ്ണ റഷ്യയിൽ നിന്ന് ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ എണ്ണയ്ക്ക് വില കുറയാത്തതെന്ന് നൗഫലിന് സ്വാഭാവികമായിട്ടും സംശയം വരാം. അത് ഇന്ത്യക്ക് വേണ്ടി ഇറക്കുന്നതല്ല, ഇന്ത്യയിലേക്ക് അത് കൊണ്ടുവന്ന് ഇന്ത്യൻ റിഫൈനറികളിൽ ശുചീകരിച്ച് ഇത് യൂറോപ്പിലേക്ക് തന്നെ വിൽക്കുകയാണ് ഇന്ത്യ. റഷ്യയ്ക്കാണ് ഉപരോധമുള്ളത്. ഇന്ത്യ കൊടുക്കുന്ന എണ്ണ വാങ്ങില്ല എന്ന് യൂറോപ്പ് പറയുന്നില്ല. അപ്പോൾ റഷ്യയിൽ നിന്ന് ഞങ്ങൾ എണ്ണ വാങ്ങില്ല എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിക്കുന്നു. ഇന്ത്യ പോയി അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നു, ഇവിടെ ശുചീകരിച്ച് യൂറോപ്പിന് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഈ ഉപരോധത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന പൊളിറ്റിക്കൽ ചർച്ച യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇന്ത്യ ഇറാനുമായും ഇറാഖിൽ നിന്ന് നമ്മൾ നന്നായി എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇറാനുമായി ഒരു വ്യാപാര കരാറുണ്ട് എണ്ണ ഇറക്കുമതിയെ സംബന്ധിച്ച്. ഇറാനിൽ നിന്നാണ് ഏറ്റവും ചീപ്പസ്റ്റായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. മോദി അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷമാണ് ഈ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ നമുക്ക് കിട്ടാൻ തുടങ്ങുന്നത്. എന്തിനാണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്? നമുക്ക് വളരെ ചീപ്പായിട്ട് റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നും സൗദിയിൽ നിന്നും UAE നിന്നും ഒക്കെ കിട്ടാനുള്ളൂ. ഇപ്പോൾ എന്തിനാണ് അമേരിക്കയിൽ നിന്നാണോ? അത് അമേരിക്കയുടെ ആവശ്യമാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങുമോ, ഞങ്ങളുടെ വ്യാപാര കമ്മി നികത്തു എന്നാണ് അമേരിക്ക പറയുന്നത്. അത് ഇന്ത്യ വഴങ്ങി കൊടുക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ താരിഫ് കുറയ്ക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ താരിഫ് കുറച്ചില്ലെങ്കിൽ ട്രംപ് ട്വീറ്റ് ചെയ്തിരുന്നു മോദി കാണാൻ വരുന്നതിന് തൊട്ട് മുമ്പ്, റെസിപ്രോക്കൽ താരിഫ്. നിങ്ങൾ ഞങ്ങൾക്ക് 100% താരിഫ് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് 100% താരിഫ് ഇടും. അതായത് ഇന്ത്യ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് അവരും 100%, എത്രയാണോ നിങ്ങൾ താരിഫ് ഇടുന്നത് അത്രയും ഞങ്ങൾ ഇടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കയിലുള്ള ഇന്ത്യൻ കയറ്റുമതി കുറയാൻ പോവുകയാണ്. ഇത് നമ്മളോട് ഇന്ത്യൻ മാധ്യമങ്ങൾ പറയില്ല. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ കാര്യം പറഞ്ഞു തരുന്നില്ല. അവർ പറയുന്ന തീരുമാനങ്ങൾ പറയും, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പറഞ്ഞു തരില്ല. അതായത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലുള്ള എക്സ്പോർട്ട് കുറയാൻ പോവുകയാണ്. അതേസമയം നിർബന്ധിതമായി നമ്മൾ അവരിൽ നിന്ന് എണ്ണ വാങ്ങാൻ പോവുകയാണ്. കൂടുതൽ F-16 ഫൈറ്റർ ജെറ്റ് ഉൾപ്പെടെയുള്ള മിലിറ്ററി എക്യുപ്മെൻറ്റ്സും വാങ്ങാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ വാങ്ങുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് യുദ്ധോപകരണങ്ങൾ. F-16 ഫൈറ്റർ നമ്മളേതാണ് റഫാൽ നേരത്തെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഇനിയും വരാനുണ്ട് റഫാലുകൾ. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. F-16 വാങ്ങാൻ പറയുന്നത്. വാങ്ങാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഉടനെ ഉണ്ടാകുമോ, 2025 ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. അത് നടക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഉറപ്പായിട്ടുള്ളൊരു കാര്യം, ഏപ്രിൽ മുതൽ ഈ റെസിപ്രോക്കൽ താരിഫ് അത് ട്രംപ് തുടങ്ങുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു ഫൈനൽ ഫ്രെയിം വർക്ക് ആവുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് ഇന്ത്യക്ക് ഗുണമാണോ ദോഷമാണോ? എന്തിനാണ് മോദി അമേരിക്കയിൽ പോയത്? നെഗോഷിയേഷന് വേണ്ടിയാണെങ്കിൽ ഇത് ട്രംപിന് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ ഇന്ത്യയെ കൊണ്ട് സമ്മതിപ്പിച്ച് അവിടെ വെച്ച് പരസ്യമായിട്ട് അനൗൺസ് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് ഈ ഒരു US വിസിറ്റിൻ്റെ ആകെയുള്ളൊരു ഔട്ട്കം എന്ന് പറയുന്നത്. ഒരു വാക്ക് നമ്മുടെ ആളുകളെ, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവിടെ നിന്ന് ചങ്ങലക്കിട്ട് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാമായിരുന്നു. ട്രംപ് മോദിയെ അടുത്തിരുത്തിക്കൊണ്ട് ട്രംപ് പറയുന്നത് നിങ്ങൾ താരിഫ് കൂട്ടിയിട്ടിരിക്കുകയാണ്, നിങ്ങൾ താരിഫ് കിങ് ആണ്, അന്യായമായ താരിഫാണ് ഞങ്ങൾക്കിടയിൽ നിന്നുള്ള വളരെ വിമർശനാത്മകമായ വാക്കുകൾ ട്രംപ് പറയുമ്പോൾ മോദിക്ക് എന്നാൽ തിരിച്ചൊരു കാര്യം പറഞ്ഞുകൂടെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുതായിരുന്നു, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പക്ഷേ ഞങ്ങളുടെ ആളുകളെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നവരോട് ഞങ്ങളും അംഗീകരിക്കുന്നില്ല എന്ന് മോദി പറഞ്ഞതിന് അന്തസ്സുണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ല. അദാനിയെപ്പറ്റി ഒരു അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, അദാനിക്കെതിരെ അമേരിക്കയിലുള്ള കേസിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ വ്യവസായിയാണ് അദാനി. അമേരിക്കയിൽ ചെല്ലുമ്പോൾ, അമേരിക്കയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലുമ്പോൾ അവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിക്കും നിങ്ങൾ എന്ത് നടപടിയാണ് ഇവിടെയുള്ള കേസിൽ സ്വീകരിച്ചത്? അപ്പോൾ മോദി പറയുന്ന മറുപടി എന്താണ്? മോദി പറയുന്നത്, ഞങ്ങൾ രാജ്യ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാറില്ല. അമേരിക്കയിലോ ഇന്ത്യയിലോ ഇതൊരു വ്യക്തിയുടെ വിഷയമല്ല, അതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിക്കുന്നത്. ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർക്ക് ആ ചോദ്യം ചോദിക്കാനുള്ള ഭാഗ്യമില്ല. അമേരിക്കയിലെങ്കിലും അത് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. 3ാമത്തെ
തവണയാണ് 3 തവണയാണ് മോദി മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രാവശ്യം UK യിലും 2 പ്രാവശ്യം US ലുമാണ്. ലാസ്റ്റ് നമ്മൾ കണ്ടത് ബൈഡൻ പ്രസിഡൻ്റായിരുന്ന സമയത്തുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു വ്യക്തിപരമായ വിഷയമായി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ല, മോദിയുടെ ഒരു വിദേശ സന്ദർശനത്തിൽ നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള അനാലിസിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം അതിന് പിന്നിൽ ബിസിനസ് അജണ്ടകളുണ്ട്. ചില സമയങ്ങളിൽ പൊളിറ്റിക്കൽ പ്രശ്നം അദ്ദേഹം വിധേയനാവുന്ന കാഴ്ച കാണാറുണ്ട്. പക്ഷേ ഇവിടെ ട്രംപ് പരസ്യമായി അദ്ദേഹം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒന്നും പറയാതെ, അതിനെക്കുറിച്ച് ഒരു കമൻറ്റും നടത്താതെ, എന്താണ് ഇവിടെ മൊറട്ടോറ സ്റ്റേഡിയത്തിൽ ട്രംപ് വന്ന സമയത്ത് അതുപോലെ ഹൗഡി മോഡി, ഹ്യൂസ്റ്റണിൽ ഹൗഡി മോഡി നടത്തിയതിനെ പറ്റി പറഞ്ഞ് എൻ്റെ ഫ്രണ്ടാണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു പൊളിറ്റിക്കൽ മെസ്സേജ് അമേരിക്കയ്ക്കോ അമേരിക്കൻ പ്രസിഡന്റിനോ ഇന്ത്യൻ ജനതയ്ക്കോ കൊടുക്കാൻ മോദിക്ക് അതിൽ സാധിച്ചിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 ടെലിപ്രോംപ്റ്റർ വെച്ചിട്ടാണ് മോദി സംസാരിക്കുന്നത്. തൊട്ടടുത്ത് ട്രംപ് പ്രോംപ്റ്ററൊന്നും ഇല്ലാതെ പേപ്പർ നോക്കി സംസാരിക്കുകയാണ്, വളരെ കൂളായിട്ട് സംസാരിക്കുന്നു. മാത്രവുമല്ല, ഈ പ്രസ് മീറ്റ് കഴിയുമ്പോൾ അവസാനം ഒരു ടോക്ക് ബാക്ക് എടുത്ത് ഇങ്ങനെ മാറ്റുന്നൊരു സീൻ നമ്മൾ കണ്ടു. അതാണ് ഏറ്റവും ലജ്ജാകരമായി തോന്നിയൊരു കാര്യം. അദ്ദേഹത്തിന് പ്രോംപ്റ്റ് ചെയ്യുകയാണ് മറുപടി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മറുപടി ട്രാൻസ്ലേഷനും ആയിരിക്കില്ലേ? ട്രാൻസ്ലേഷൻ ആവാം, മറുപടി പ്രോംപ്റ്റ് ചെയ്യുന്നതാവാം, എന്തോ ആവാം. പക്ഷേ അതൊരു ഇന്ത്യ പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിക്ക് എത്രമാത്രം ഭൂഷണമാണെന്ന് നമ്മൾ ആലോചിക്കുക. ഇത് നരേന്ദ്രമോദിയുടെ ഒരു ഇമേജ് ബിൽഡിംഗ് പ്രൊപ്പഗണ്ട എന്നതിനപ്പുറം എന്തെങ്കിലും നേട്ടം ഇന്ത്യക്ക് ഉണ്ടാക്കുന്നുണ്ടോ ഇത്തരം സന്ദർശനങ്ങൾ? അല്ല, നരേന്ദ്രമോദിയുടെ ഇമേജ് ബിൽഡിംഗ് പരിപാടി മാത്രമാണെന്ന് സംശയിക്കാൻ ഒരുപാട് റീസൺസ് ഇതിനകത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, അമേരിക്കയിൽ ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആകുമ്പോൾ അങ്ങോട്ട് പോയി അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി എന്ന് വിചാരിക്കണം. കാരണം അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് മൊത്തം അവിടെ ജയശങ്കർ അവിടെ കറങ്ങി നടക്കുകയായിരുന്നു എന്നുള്ള തമാശ നമുക്കറിയാം. ഇദ്ദേഹത്തെ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല. പക്ഷേ ട്രംപ് പ്രസിഡൻ്റായ ശേഷം അദ്ദേഹത്തെ 2ാമതോ 3ാമതോ കാണുന്ന ലോക നേതാവ് നരേന്ദ്രമോദിയാണ്. ആരാണ് നോക്കണം, ഇതിനു മുമ്പ് കണ്ടത് നെതന്യാഹുവും പിന്നെ ജോർദാൻ രാജാവോ, ഈ 2 സ്ഥലങ്ങളിൽ നിന്നുള്ള നേതാക്കൾ കഴിഞ്ഞാൽ പിന്നെ പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് പോകുന്നത് എന്നോർക്കണം. അവിടെ ചെന്ന് കൂടിക്കാഴ്ച നടത്തുകയും ട്രംപുമായി തനിക്ക് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതുവഴി തൻ്റെ ഇമേജ് പ്രൊപ്പഗൻഡ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ട്രംപ് 2ാമത് അധികാരത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ട്രംപ് ലോകത്തോട് വലിയ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുടിയേറ്റ വിരുദ്ധ വംശീയമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു, വ്യാപാര യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുന്നു, വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള മെച്ചപ്പെട്ട ബന്ധം അവസാനിപ്പിക്കുന്നു, ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ ഇനീഷ്യേറ്റീവുകളിൽ നിന്നും അമേരിക്ക പിൻവാങ്ങുന്നു, പ്രധാനപ്പെട്ട പല സംഘടനകൾക്കുള്ള എയ്ഡ് പിൻവലിക്കുന്നു. അങ്ങനെ ലോകത്തോടും ലോകത്തിൻ്റെ ഹെൽത്തിയായ അതിജീവനത്തോടും ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. അങ്ങനെയിരിക്കെ ഇന്ത്യയെപ്പോലെ ലോകത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം വളരെ കൃത്യമായ നിലപാടുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അങ്ങോട്ട് പോയി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പറയുന്ന താല്പര്യങ്ങൾക്കെല്ലാം വഴങ്ങുകയും ഒരർത്ഥത്തിൽ അയാളുടെ അധിക്ഷേപത്തിന് ഇരയായി നിന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തെ എന്താണ്, ഇപ്പം നമ്മളിപ്പോൾ കാണേണ്ട കാര്യം എന്താണ്, ഇവിടെ വിലങ്ങ് വെച്ച് നമ്മുടെ പൗരന്മാരെ കൊണ്ടുവന്നു. ലോകത്ത് പല രാജ്യങ്ങളിലുള്ള പ്രധാനമന്ത്രിമാർ, അതിപ്പോൾ ബ്രസീലിൻ്റെയും അല്ലെങ്കിൽ കൊളംബിയയുടെയും മെക്സിക്കോയുടെയും ഒക്കെയുള്ള രാഷ്ട്ര നേതാക്കൾ ഇത് ഞങ്ങളോടുള്ള അന്യായമാണ്, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, വിശദീകരണം നൽകണമെന്ന് പോലും ആവശ്യപ്പെട്ടു. ഇന്ത്യ ഒരക്ഷരം അതിനെക്കുറിച്ച് പറഞ്ഞില്ല. കുടിയേറ്റക്കാരെ പറഞ്ഞു വിടുന്നതിനെക്കുറിച്ച് അല്ല, പറഞ്ഞു വിടുന്ന രീതി തെറ്റാണെന്ന് പറഞ്ഞില്ല. എന്നിട്ട് എന്താണ് ജയശങ്കർ വന്ന് രാജ്യസഭയെ പറഞ്ഞത്? അത് അവരുടെ നിയമമാണ് വിലങ്ങ് വെക്കുന്നത്, നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷേ വലിയ പ്രതിഷേധം ഇന്ത്യയിൽ ഇരമ്പി വന്നപ്പോൾ ഇന്ത്യ അതിൽ ആശങ്ക അറിയിച്ചുകൊണ്ടൊരു കുറിപ്പ് വൈറ്റ് ഹൗസിന് അയച്ചു. പ്രതിഷേധമൊന്നുമല്ല, ആശങ്ക അറിയിച്ചുകൊണ്ട് കുറിപ്പ്. അവരുടെ നയമാണെങ്കിൽ പിന്നെ എന്തിനാ ആശങ്ക അറിയിക്കുന്നത്? അപ്പോൾ പ്രശ്നം നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ പോകാനുണ്ട് അടുത്തയാഴ്ച. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഞങ്ങളുടെ ആളുകളെ കൊണ്ടുവന്നുള്ള ആശങ്ക രേഖപ്പെടുത്തി ബന്ധം മോശമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ശത്രു രാജ്യങ്ങളെക്കാൾ മോശമാണ് ഇതുപോലെയുള്ള സഖ്യരാഷ്ട്രങ്ങൾ ബിസിനസ് ഡീൽ എന്ന് പറഞ്ഞ് ആര് കളിയാക്കുകയാണ്? കളിയാക്കുക, ഓരോരുത്തർ ആക്ഷേപിക്കുക. ട്രംപ് തൊട്ടടുത്ത് നിന്നിട്ട് ഈ ഭയങ്കരമായ നികുതി കൊള്ള നടത്തുന്ന രാജ്യമാണ്, ഇങ്ങോട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും അതേ നിലപാട് സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുതരം ഇപ്പുറത്തുനിന്ന് മോദി പറഞ്ഞു ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, അപ്പുറത്തുനിന്ന് അദ്ദേഹം കളിയാക്കുകയോ ആക്ഷേപിക്കുകയോ ഇന്ത്യയുടെ അന്തസ്സിനെ മാനിക്കാതൊക്കെ പല വർത്താനം പറയാണ്. അദ്ദേഹം കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുടിയേറ്റക്കാരെ കൊണ്ടുവന്നതിനെക്കുറിച്ച് നിങ്ങൾ അതിൻ്റെ ലാർജർ പെർസ്പെക്റ്റീവിൽ കാണുന്നത് എന്താണ്? അത് കുടിയേറ്റക്കാർ നിയമവിരുദ്ധരാണെന്ന് കണ്ടെത്തിയാൽ കൊണ്ടുവന്നോളൂ, ഞങ്ങൾ സ്വീകരിക്കാമെന്നാണ്. കൊണ്ടുവരുന്ന മാർഗം ശരിയായിരിക്കണം എന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല. അദ്ദേഹം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പാരസ്പര്യ നികുതി അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടും എന്നതിനെ സമ്മതിക്കുന്നു. അക്കാര്യത്തിൽ നേരത്തെ അജിംസ് ചൂണ്ടിക്കാണിച്ചതുപോലെ എന്താണോ അമേരിക്കയുടെ ഡിമാൻഡിനൊപ്പിച്ചുള്ള കരാറുകളിൽ ഒപ്പിടാനും പുതിയ ഭാവി പദ്ധതികൾ പ്രഖ്യാപിക്കാനും മടി കാണിക്കാതിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാവുന്നു. അപ്പോൾ ഇന്ത്യയുടെ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ത്യയെപ്പോൾ രാജ്യം എന്തിനാണ് തിടുക്കപ്പെട്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ അങ്ങോട്ട് പോയി പ്രധാനമന്ത്രിയെ കാണുന്നത്? ഇപ്പോൾ ഇന്ത്യയുടെ ചേരിചേരാ രാജ്യങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്ന തേർഡ് വേൾഡ് കൺട്രികളുടെ ഒരു നായകസ്ഥാനം ഉണ്ടായിരുന്ന ഒരു രാജ്യം,
ആ രാജ്യം ഇന്ന് അമേരിക്കയോട് എങ്ങനെ പോയി, പ്രത്യേകിച്ച് ട്രംപിനെ പോലെ വംശപ്രിയനായ ലോകത്തിൻ്റെ മൊത്തം ഗതിവിഗതികളോട് തന്നെയും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരാളോട് സ്നേഹത്തിന് സൗഹൃദത്തിൽ പോയി കിടക്കുകയാണ്. അതേസമയം ദക്ഷിണാഫ്രിക്കയെ പോലുള്ള രാജ്യങ്ങൾ എന്താണ് ചെയ്യുന്നതാണ്? ദക്ഷിണാഫ്രിക്കയിലെ രാജ്യങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകത്ത് നടക്കുന്ന വംശഹത്യാ പദ്ധതി നിർത്തണം, വംശഹത്യയ്ക്ക് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ട്രംപ് ഭീഷണിപ്പെടുത്തിയല്ലോ നിങ്ങളത് പിൻവലിക്കണമെന്ന്, വേറെ പണി നോക്കാൻ പറഞ്ഞവർ. അപ്പോൾ ആരാണ് ശരിക്കും അമേരിക്കയുടെ നേതൃത്വത്തിലുണ്ടാകുന്ന ഇത്തരം സംഗതികൾക്കെതിരെ സംസാരിക്കേണ്ട രാജ്യം? നിങ്ങൾ രണ്ടുപേരുടെയും ഈ യുദ്ധം ഇതിനിടയ്ക്ക് ഈ ലോകമെന്നൊരു സംഗതി ഉണ്ടെന്നും അതിൽ ലോകത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ബാധ്യതപ്പെട്ട ഒരു രാജ്യം, സംസാരിച്ച പാരമ്പര്യമുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രധാനമന്ത്രി ഇന്ന് ജോർദാൻ രാജാവിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ നെതന്യാഹുവിനേക്കാൾ മുമ്പ് തനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പോൾ ഓടിപ്പോയി കാണാൻ, കണ്ട് സൗഹൃദം പ്രഖ്യാപിക്കാൻ, ഇന്ത്യക്ക് ആവശ്യമില്ലാത്തതുകൂടി വാങ്ങിക്കൂട്ടിയിട്ടാണെങ്കിലും ട്രംപിൻ്റെ പ്രീതി സമ്പാദിക്കാൻ, ട്രംപിൻ്റെ അധിക്ഷേപങ്ങൾ കേട്ടെന്ന് ചിരിച്ചുകൊണ്ടായാലും അയാളുടെ വിരോധം സമ്പാദിക്കരുത് എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന അങ്ങേയറ്റം ദുർബല രൂപിയായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയായിട്ട് മാറുന്നു. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ടോ ശരിക്കും ഇന്ത്യയെ ഇദ്ദേഹം വാല്യൂ ചെയ്യുന്നുണ്ടെന്ന്? അവരുടെ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായി ഇന്ത്യയെ ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു? ഒരിക്കലുമില്ല. വന്നപ്പോൾ കണ്ടു, സംസാരിച്ചു. നികുതിയുടെ കാര്യത്തിൽ ഒരു ഇളവും നമ്മളുമായിട്ടില്ല. നമ്മളുമായിട്ട് അടുത്ത ബന്ധമുണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് നികുതിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പാരസ്പര്യ നികുതി ഏർപ്പാട് നിങ്ങളുടെ കാര്യത്തിലില്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഇന്ത്യയോട് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇന്ത്യ സഖ്യരാഷ്ട്രമാണെന്നും സ്നേഹരാജ്യമാണെന്നൊക്കെ പറയുമ്പോഴും നികുതിയുടെ കാര്യത്തിൽ അവർക്ക് ഒരു ഇളവും കൊടുക്കാൻ പറ്റില്ല. പിന്നെ മോദി പോയിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ഗുണം എന്താണ്? അപ്പോൾ ഇതൊരു പ്രൊപ്പഗൻഡ എക്സസൈസാണ്. അതിൻ്റെ നഷ്ടവും അപമാനവും ഒരർത്ഥത്തിൽ സഹിക്കേണ്ടി വരുന്നു നമ്മൾ ജനങ്ങളെന്നാണ് ഇതിൻ്റെ റിസൾട്ട്, അതിൻ്റെ മിച്ചം അതാണ്.